അതിന്റെ ഏമന്മാരിലാടി പോയിന് ഈ ഇതേപോലെ വരണ്ടേ ഇതടി പോയിന് വെച്ചും തട്ടിയിട്ടില്ലേ നമ്മള് പറയോ വീഡിയോയിൽ പേര് അത് പറഞ്ഞിട്ട് തെളിവടക്കുണ്ട്. നമ്മുടെ സംഘടനയിലുള്ള ഒരാൾ പോലും നമ്മളെ കട അടപ്പിക്കാനോ ചീത്ത വിളിക്കാനോ പാടില്ല. നമ്മൾ എതിർക്കും, ശക്തമായിട്ട് എതിർക്കും. അവിടെ നിങ്ങളെ സംഘടന ഓടിച്ചോ. നിങ്ങള് കൂട്ടണ്ടാ ആയിക്കോട്ടെ, അല്ല നിങ്ങള് കൂട്ടണ്ട. രാഷ്ട്രീയല്ല, ഇത് വ്യാപാരികളെ ആവശ്യമില്ല. കാടിന് മാത്രമല്ല പോലീസും ഇതായിട്ട് സംഘർഷം ഈ ആയിരക്കണക്കിന് തൊഴിലാളികൾ
കച്ചവടക്കാരോ നമ്മൾ പരിവയില്ല, നമ്മളെ മക്കളെ കൂട്ടി നമ്മൾ നടക്കണോ? ഒരു പ്രളയം വന്നാൽ നമ്മൾ ഒരു ലക്ഷം ലോൺ ഇങ്ങനെ പോകുന്ന ഒരു കാര്യം 4-5 ആൾക്കാരെ സെലക്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആരോടൊന്ന് വിളിച്ച് ചോദിക്കും, ഒരു ലീഗൽ അഡ്വൈസറോട് ആരോടും ചോദിച്ചു ഇതെങ്ങനെയാണ് പോകേണ്ടത്. അതിന് സമയമില്ലല്ലോ സാറേ, അതിന് സമയം കിട്ടുന്നില്ലല്ലോ. ഇതെല്ലാം പെട്ടെന്നല്ലേ കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു മഞ്ഞളിരിക്കും ബാക്കിൽ കുറ്റിയടിക്കാൻ വരുന്നു, നമുക്ക് സന്ദർഭം കിട്ടുന്നില്ല ഒന്നിനും. അവിടെയല്ലേ പ്രശ്നം വരുന്നത്. ഒരു പൊതുപ്രവർത്തകനല്ല, ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ ഇന്നത്തെ നിലവിൽ വന്ന അലൈൻമെന്റ് പ്രകാരം ടൗണിൽ നിന്നിട്ട് ആ സർക്കിളിനടുത്ത് നിന്നിട്ട് ടൗണിനെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാല് ശൂന്യമാണ്. ശവപ്പറമ്പിൽ വരെ 2 തൈ ഉണ്ടാവും, അത്ര പോലും ബിൽഡിംഗ് അവിടെ ഉണ്ടാവില്ല. ഒരു മിനിറ്റ് ഞാൻ പയ്യോളി CA പയ്യോളി ടൗൺ എന്ന് പറഞ്ഞ ഇല്ല, നിങ്ങൾക്കറിയാം. 45 മീറ്റർ എടുത്തിട്ട് അടുത്ത പഞ്ചായത്ത് മൊത്തം ഇതെടുത്ത് പഴയ മോട്ടോർ പണി അവിടുന്ന് വരുന്ന ഒരാൾ നമ്മളിത് പറഞ്ഞു. ഞാൻ റോഡ് ബ്ലോക്ക് കൊണ്ട് തട്ടിയ സ്റ്റേഷനിൽ സംയുക്ത സമരം പക്ഷേ സംയുക്തല്ലേ